ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തീത്തോസ് 3:5 ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ നമ്മെ നമ്മൾ ചെയ്ത നീതിപ്രവർത്തി കൊണ്ടല്ല രക്ഷിച്ചത്, അവന് നമ്മളോട് തോന്നിയ കരുണ, യേശുപ്പന് നമ്മളോട് തോന്നിയ കരുണ, അവന്റെ കരുണയ്ക്കായിട്ട് ഇന്ന് പകലിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു നല്ല നന്ദി പറഞ്ഞാട്ടെ, അവനൊരു നല്ല മഹത്വം കൊടുത്താട്ടെ. അതെ, ക്രൂശിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കിയ രക്തത്തിനായിട്ട് ഒരിക്കൽ കൂടി നല്ല നന്ദി പറഞ്ഞാട്ടെ. അതെ, അവൻ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ആഗതനായി, നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതെ, അവന് നമ്മളോട് തോന്നിയ കരുണ, അവന്റെ ദീർഘക്ഷമ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുവരെ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണോ താങ്കൾ? ഇന്ന് പകലിൽ ആ കൃപയ്ക്കുള്ളിലേക്ക് കയറിയാട്ടെ. ഇന്ന് പകലിൽ യേശു ക്രിസ്തു നിങ്ങളെ ഈ സ്നേഹത്തിലേക്ക് വിളിക്കുന്നു. നിങ്ങൾക്ക് അവന്റെ ശബ്ദം കേൾക്കാമോ? ഇന്ന് ആ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അതെ, ഇന്ന് അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ പണമോ, നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ മറ്റൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. അവൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഹൃദയം. ഈ ശബ്ദം കേട്ട് ആ ഹൃദയത്തെ നിങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാമെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാമെങ്കിൽ, നിങ്ങൾക്ക് ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഇടയാകും. അതെ, ഇന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇത് യാദൃച്ഛികമല്ല ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, ഇത് യാദൃച്ഛികമല്ല. ദൈവത്തിന് നിങ്ങളെ പറ്റിയിട്ട് വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഈ ഭൂപരപ്പിൽ നഷ്ടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് വലിയ ഇഷ്ടങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതെ, ഈ കൃപയിലേക്ക് കടന്നു വന്നട്ടെ. അവന്റെ കൃപ ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇന്ന് പകലിൽ വെയിറ്റ് ചെയ്യാതെ, മറ്റൊരു ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാതെ ദൈവത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തെ കൊടുത്താട്ടെ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹത്തെ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് ഈ കൃപയ്ക്കുള്ളിലേക്ക് കയറിയാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ചെറിയ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ആരെങ്കിലും എൻ്റെ യേശു ക്രിസ്തുവിനെ, എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ, കർത്താവെ, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ രക്ഷകൻ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയ രക്തത്തിനായിട്ട്, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനായിട്ട് നന്ദി പിതാവേ. ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയായിട്ട് നന്ദി. സകല മാനവും മഹത്വവും കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.